തിരുവനന്തപുരം മേയർ കെ.എസ്.ആർ.ടി.സി ഡ്രൈവർ തർക്കത്തിൽ സാഹചര്യ തെളിവുകൾ തേടി പോലീസ്. അന്വേഷണ സംഘം സംഭവം പുനരാവിഷ്കരിച്ചു. ബസ്സും കാറും ഓടിച്ചായിരുന്നു പോലീസ് പരിശോധന. ബസ്സിലെ ഡ്രൈവർ ആംഗ്യം കാണിച്ചാൽ മുന്നിൽ പോകുന്ന വാഹനത്തിലെ യാത്രക്കാർക്ക് കാണാനാകുമെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്നും അല്ലമീൻ തോട്ടുമുക്ക് ചേരുന്നുണ്ട്. അല്ലമീൻ, കേൾക്കാമോ? ഈ ഡിജിറ്റൽ തെളിവുകൾ കിട്ടാത്ത സാഹചര്യത്തിലാണോ ഇപ്പോൾ പോലീസ് സാഹചര്യ തെളിവുകൾ തേടുന്നത്? അത് തന്നെയാണ് പ്രധാനം. കാരണം ഈ മെമ്മറി കാർഡ് ദൃശ്യങ്ങൾക്ക് വേണ്ടി പോലീസ് കാര്യമായി പരിശ്രമിച്ചിരുന്നു. പക്ഷെ അത് കിട്ടുകയുമില്ല. ഇനി ആ ദൃശ്യങ്ങൾ കിട്ടിയാൽ തന്നെയും യദുവിനെതിരെയുള്ള മേയറുടെ ആരോപണം, ഈ ലൈംഗിക അധിക്ഷേപം നടത്തിയെന്നുള്ള ആരോപണം ആ ദൃശ്യങ്ങളിൽ നിന്ന് തെളിയിക്കുക സാധ്യവുമല്ല. കാരണം ഡ്രൈവറെ പതിയുന്ന രീതിയിലല്ല ആ ക്യാമറ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ദൃശ്യങ്ങൾ കിട്ടിയാലും ഈ ഒരു ലൈംഗിക അധിക്ഷേപം നടത്തിയെന്നുള്ള പരാതിയിൽ തെളിവുകൾ ആ അർത്ഥത്തിൽ ലഭിക്കില്ല. അതുകൊണ്ടാണ് സാഹചര്യ തെളിവുകൾ തേടി പോലീസ് ഇപ്പോൾ പരിശോധന നടത്തിയിരിക്കുന്നത്. ശനിയാഴ്ച രാത്രി പട്ടം പ്ലാമൂട് മുതൽ PMG വരെ ബസ്സും കാറും ഓടിച്ചു നോക്കിയാണ് പോലീസ് പരിശോധന നടത്തിയത്. മേയറും സംഘവും സഞ്ചരിച്ച അതേ കാറും അതോടൊപ്പം തന്നെ മറ്റൊരു KSRTC ബസ്സും കൊണ്ടുവന്നാണ് കന്റോൺമെന്റ് പോലീസ് ഈ പരിശോധന നടത്തിയത്. ആ പരിശോധനയിൽ പോലീസിന് വ്യക്തമായത് KSRTC ഡ്രൈവർ സീറ്റിൽ ഇരുന്നു കൊണ്ട് ഒരാൾ ഒരു ലൈംഗിക അധിക്ഷേപം നടത്തിയാൽ അത് മുന്നിൽ കൂടി പോകുന്ന കാറിലുള്ള ആളുകൾക്ക് കാണാനാകുമോ എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട പരിശോധന. അങ്ങനെ കാണാനാകും എന്ന് തന്നെയാണ് ഈ പരിശോധനയിൽ പോലീസിന് വ്യക്തമായിരിക്കുന്നത്. അതായത് മേയർ ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചപ്പോൾ യാത്ര ചെയ്ത് കാറിലിരുന്ന് തിരിഞ്ഞു നോക്കവേ ബസ്സിലിരുന്ന് ഡ്രൈവർ ചെയ്തു ലൈംഗിക അധിക്ഷേപം നടത്തി എന്നുള്ളതാണ് പരാതി. പക്ഷെ അതെങ്ങനെ കാണാൻ സാധിക്കുമെന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുകയും മേയർക്കെതിരെ അത് വിമർശനമായി വലിയ രീതിയിൽ ഉയർന്നു നിൽക്കുകയും ചെയ്തിരുന്നു. ആ സാഹചര്യത്തിലാണ് അങ്ങനെ കാണാനാകുമോ എന്നുള്ളൊരു പരിശോധന പോലീസ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അങ്ങനെ കാണാനാകും എന്ന് തന്നെയാണ് പരിശോധനയിൽ പോലീസിന് വ്യക്തമായിരിക്കുന്നത്. ഈ സാഹചര്യ തെളിവുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വൈകാതെ കുറ്റപത്രം സമർപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം. കഴിഞ്ഞ ദിവസം മേയറുടെ രഹസ്യമൊഴിയും കോടതിയിൽ രേഖപ്പെടുത്തിയിരുന്നു. ഇതെല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു കുറ്റപത്രമായിരിക്കും കന്റോൺമെന്റ് പോലീസ് വൈകാതെ സമർപ്പിക്കുക. അമീൻ, അതായത് ഈ മെമ്മറി കാർഡ് ആയി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം പോലീസ് പൂർണ്ണമായും അവസാനിപ്പിച്ചോ? ഈ സാഹചര്യ തെളിവുകൾ എന്ന് പറയുമ്പോൾ ഈ വിധത്തിൽ ശേഖരിക്കുന്ന തെളിവുകൾ കോടതിയിൽ എത്രത്തോളം സ്റ്റാൻഡ് ചെയ്യുമെന്നുള്ള ചോദ്യം പ്രധാനപ്പെട്ടതാണ്. ബില്ലിൽ മെമ്മറി കാർഡിന് വേണ്ടിയുള്ള പരിശോധന തമ്പാനൂർ പോലീസാണ് നടത്തുന്നത്. അത് മറ്റൊരു കേസായി രജിസ്റ്റർ ചെയ്ത് തമ്പാനൂർ പോലീസ് ആ പരിശോധന തുടരുകയാണ്. മേയറുടെ പരാതിയിൽ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് പരിശോധന നടത്തുന്നത്. കന്റോൺമെന്റ് പോലീസും നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി തെളിവെന്ന രീതിയിൽ ആ മെമ്മറി കാർഡ് ശേഖരിക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പോഴാണ് മെമ്മറി കാർഡ് നഷ്ടമായ കാര്യം അറിയുന്നത്. മാത്രമല്ല ഇനിയിപ്പോൾ ആ കാർഡ് കിട്ടിയാൽ പോലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 ക്യാമറകളാണ് ഈ ബസ്സിലുള്ളത്. അതിലൊന്ന് ഏറ്റവും മുൻ ഭാഗത്ത് ഡ്രൈവർ ഇരിക്കുന്ന ഭാഗത്ത് നിന്ന് അകത്തേക്ക്, ഗ്ലാസിൽ നിന്ന് അകത്തേക്കുള്ള വാഹനത്തിനുള്ളിൽ ദൃശ്യങ്ങൾ കിട്ടുന്ന രീതിയിലാണ് അത് ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ പക്ഷേ ഡ്രൈവർ പതിയുകയോ അല്ലെങ്കിൽ ഡ്രൈവർ അങ്ങനെ ഒരു ആംഗ്യം കാണിച്ചാൽ അത് പതിയുകയോ ചെയ്യുന്ന രീതിയിലല്ല അതിന്റെ പൊസിഷനിങ്. മറ്റു 2 ക്യാമറകളിലും ആ ദൃശ്യങ്ങൾ കിട്ടില്ല. ദൃശ്യങ്ങൾ കിട്ടിയാലും MLA വാഹനത്തിനകത്ത് കയറിയിട്ടുണ്ടോ, ആളുകളെ യാത്രക്കാരെ ഇറക്കി വിട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള ദൃശ്യങ്ങൾ ലഭിക്കും. അതോടൊപ്പം തന്നെ ബസ്സിനെ ബാക്കിലുള്ള ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പ്രകാരം പുറത്തുനിന്ന് ഈ വാഹനം, ഈ കാർ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചിരുന്നോ, ബസ് തടഞ്ഞിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങളും ലഭിക്കുമെന്നതല്ലാതെ മേയർക്കെതിരായിട്ടുള്ള ഈ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ ആ ദൃശ്യങ്ങൾ ഒരു തെളിവായി ശേഖരിക്കാനോ അല്ലെങ്കിൽ അത് കിട്ടിയാൽ തന്നെയും ആ ദൃശ്യങ്ങൾ എങ്ങനെ ലഭിക്കുമെന്ന് പ്രതീക്ഷയോ പോലീസിനില്ല. മെമ്മറി കാർഡിന് വേണ്ടിയുള്ള പരിശോധന അത് തമ്പാനൂർ പോലീസ് സമാന്തരമായി തന്നെ തുടരുകയാണ്. പക്ഷേ അതിനിടെയാണ് ആദ്യ പരാതിയായുള്ള ഇത്തരത്തിലുള്ള സാഹചര്യ തെളിവുകളും മറ്റു മൊഴികളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസ് തയ്യാറെടുക്കുന്നത്. ഈ സാഹചര്യ തെളിവുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എത്രത്തോളം കോടതിയിൽ നിലനിൽക്കുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം അങ്ങനെ ലൈംഗികാധിക്ഷേപം നടത്തിയെന്ന് മേയറും അങ്ങനെ താൻ നടത്തിയിട്ടില്ല എന്ന് ഡ്രൈവറും പറയുന്നൊരു സാഹചര്യമുണ്ട്. സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട് ഈ ബസ്സിലെ മറ്റ് യാത്രക്കാരുടെ മൊഴിയൊക്കെയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ബസ്സിലെ കണ്ടക്ടർ നൽകിയ മൊഴിയും അങ്ങനെ ഡ്രൈവർ ഏതെങ്കിലും ലൈംഗിക ചേഷ്ട കാണിച്ചു എന്ന് താൻ ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. മറ്റാർക്കും അത് ശ്രദ്ധിക്കാൻ പറ്റുന്ന സാഹചര്യവുമല്ല. മേയറുടെ വാദവും അത് നിഷേധിച്ചുകൊണ്ടുള്ള യദുവിന്റെ ഭാഗവും മാത്രമായിരിക്കും ഇത് നിലനിൽക്കുക. അതിനെ കോടതി ഏത് രീതിയിൽ പരിഗണിക്കുമെന്നുള്ളത് പ്രധാനമായിരിക്കും.